വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമേ പൂർണ്ണനായിട്ടുള്ളൂ. അവൻ വിശുദ്ധ പ്രജയാണ്. പരിശുദ്ധാത്മാവിനാൽ ഉരുവായി മാനുഷിക പുരുഷ ബീജം അതിനാവശ്യമില്ല. അകൃത്യത്തിൽ ഞാൻ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് എല്ലാ മനുഷ്യരെ കുറിച്ചും പറയുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രം പരിശുദ്ധാത്മാവ് കന്യക മറിയത്തിലേക്ക് സ്ത്രീയുടെ സന്തതിയായി ജനിച്ച് പിതാവിൻ്റെ ഇഷ്ടം മുഴുവനും പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനായ, അതിൽ കൂടെ കടന്നുപോയവനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ വിധിച്ച ഒരു കോടതിയും അവനിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുവാൻ തക്കോണം കള്ളസാക്ഷികളൊക്കെ വന്ന് കള്ള മൊഴികളൊക്കെ പറഞ്ഞുവെങ്കിലും ഒടുവിൽ പീലാത്തോസ് പറയുകയാണ്, ഈ നീതിമാനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. അങ്ങനെ ഒരു കുറ്റവും പറയുവാനില്ലാത്തതായ നേരിയ മാവായി തീർന്ന ദൈവക്രോധത്തിൽ കൂടെ കടന്നുപോയ ആ ദൈവപുത്രൻ ഇല്ലാതെ നമുക്ക് ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിക്കുവാൻ തക്കോണം കഴിയത്തില്ല. പ്രൈസ് ഗോഡ്.